വീട്ടിൽ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ഹെയർ സ്പാ നടത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നതിനേക്കാളും മുന്നേ എന്താണ് ഈ ഹെയർ സ്പാ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മുടെ മുടി കെമിക്കലി ട്രീറ്റഡ് ആയാലും നോർമൽ ഹെയർ ആയാലും അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ആയാലും ഫ്രിസി ഹെയർ ആയാലും എന്ത് ഹെയർ ആയാലും നമുക്കൊരു റിപ്പയറിങ് പ്രോസസ്സിങ്, അതായത് നമ്മുടെ മുടിക്കൊരു റിപ്പയറിങ് ഡാമേജ് ഒക്കെ മാറ്റി നല്ലൊരു ഷൈനിങ്ങും അതേപോലെ തന്നെ സ്മൂത്ത്നെസ്സും ഒക്കെ തരാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ആക്ച്വലി ഹെയർ സ്പാ. അപ്പോൾ ഈ നമ്മളൊരു പാർലറിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അവർ മിനിമം ഒരു 1500 രൂപയിലും ചാർജ് ആക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു 100 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്പാ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നേക്കാളും മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അജി. ഞാൻ ബ്യൂട്ടി, ഫാഷൻ, മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹെയർ സ്പാ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്രോട്ടീൻ പാക്കാണ്. അതായത് ഹിമാലയ ബ്രാൻഡിൻ്റെ ഒരു പ്രോട്ടീൻ പാക്കാണ്. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 80 രൂപയാണ്. അപ്പോൾ ഞാൻ ഓഫറിൽ 56 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് സ്മെല്ല്, ഒരു നമ്മളെ വെറുപ്പിക്കാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഈ ഹിമാലയയുടെ പ്രോട്ടീൻ ക്രീം എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ മുടിക്ക് ഏകദേശം ഒരു 4-5 സ്പൂണാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു പകുതിയോളം നമുക്ക് ആവശ്യം വരും. അതിനുശേഷം ഞാനൊരു 2 സിറത്തിൻ്റെ ഒരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉള്ള ഏത് സിറ ആയാലും ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ലിവോണിൻ്റെ സിറമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സിറ ആയാലും ഓക്കെയാണ് കേട്ടോ. ഈ സിറവും അതേപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ സ്പായ്ക്ക് ആവശ്യമുള്ള ഹെയർ പ്രോട്ടീൻ പാക്കും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഹെയർ സ്പാ ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ മുടി ഷാമ്പു ചെയ്തിട്ടുണ്ടാവണം. ഷാമ്പു ചെയ്തതിന് ശേഷം ഒരു 60-70% മുടി വെറ്റായിരിക്കണം നമ്മുടെ. എന്നാൽ മാത്രമാണ് ഹെയർ സ്പാ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഷാമ്പു ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. വീണ്ടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 60-70% നമ്മുടെ മുടിയിൽ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ പാക്ക് ഇതുപോലെ ഹെയർ സ്പായ്ക്ക് ആവശ്യമുള്ള പാക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി 2 സെക്ഷൻ ആക്കുക. ഈ 2 സെക്ഷൻ ആക്കിയതിന് ശേഷം വീണ്ടും ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ റൂട്ട് തൊട്ട് നമ്മുടെ ടിപ്പ് വരെയും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഡാമേജൊക്കെ എവിടെയാണോ കൂടുതലുണ്ടാവുക, അതായത് നമ്മുടെ ടിപ്പിലായിരിക്കും കൂടുതലും ഡാമേജൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് നന്നായി തേക്കുക. അപ്പോൾ ഈ ഹെയർ സ്പാ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കലും നമുക്ക് ഈ ഹെയർ സ്പാ നമ്മുടെ അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹിമാലയയുടെ പ്രോട്ടീൻ ക്രീം നിങ്ങൾക്ക് ഡെയിലിയും ഒരു കണ്ടീഷണറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലായിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം നോർമലായിട്ട് നമുക്ക് കണ്ടീഷണർ പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹിമാലയ പ്രോട്ടീൻ ക്രീമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സീനൂസ് ബ്യൂട്ടി മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവർ ഈ ഹിമാലയ പ്രോട്ടീൻ ക്രീമിനെ കുറിച്ച് കൂടുതൽ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുടിയിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടവൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഒരു ടവൽ എടുത്തതിന് ശേഷം അത് ഒരു ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹോട്ട് ടവൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ തലയിൽ ഏകദേശം വെക്കുക ഒരു 20 മിനിറ്റോളം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഒരു മുടി നമ്മുടെ ഒരു പകുതി ഉണങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള സിറം എടുത്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യുക. നമ്മൾ ഒരിക്കലും ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിലും ഹെയർ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതായത് ടിപ്പ് തൊട്ടിട്ട് റൂട്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്പാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.